നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് പോപ്പുലർ ആക്കാനും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുത്താനുള്ള ഒന്ന് രണ്ട് ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ബ്ലോഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനകത്ത് എങ്ങനെയാണ് ഒരു ചെറിയ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് വീഡിയോ എംബഡ് ചെയ്ത് പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്ത് നമ്മളുടെ വീഡിയോയുടെ അതോറിറ്റി വാല്യൂസ് എങ്ങനെ കൂട്ടാമെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്ലോഗറിനകത്തൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് blogger.com എന്ന് പുതിയ ടാബിനകത്ത് അടിക്കുക. BLOGGER blogger.com എടുക്കുമ്പോഴത്തേക്ക് അവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. നമ്മൾ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ക്രിയേറ്റ് എ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. നമ്മൾ സാധാരണ ജിമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യുന്ന പോലെ യൂസർ നെയിമോ നമ്മൾ ജിമെയിൽ ഐ ഡിയും കൊടുക്കുക, പാസ്വേഡും ടൈപ്പ് ചെയ്യാം. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലോഗിനകത്തേക്ക് കൊടുക്കേണ്ട ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മളടുത്ത് ചോദിക്കും. നമ്മളിപ്പം ബ്ലോഗറിനകത്ത് ജിമെയിൽ ഐ ഡി പാസ്വേഡ് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിൻ്റെ ജിമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ, അതായത് അത് റീഡയറക്റ്റ് ചെയ്ത് നേരെ ബ്ലോഗറിലേക്ക് പോകും. ഗൂഗിളിൻ്റെ തന്നെയാണ് ബ്ലോഗർ. ആദ്യം ഇത് വേറെ കമ്പനിയാണ്, ഗൂഗിൾ അക്വയർ ചെയ്ത കമ്പനിയാണ് ബ്ലോഗർ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ടൈറ്റിൽ കൊടുക്കേണ്ടത് നമ്മളെ ബ്ലോഗ് എന്തിനെ പറ്റിയാണോ നമ്മളെ ബ്ലോഗിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. ടൈറ്റിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ ബ്ലോഗിലും വെബ്സൈറ്റിലൊക്കെ ഉള്ള ഒരു SEO നിർദ്ദേശങ്ങൾക്ക് പാലിക്കുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പോലുള്ള പ്രോസസ്സ് ഈ ബ്ലോഗിനകത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ടൈറ്റിലൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ യൂട്യൂബ് ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്നാണ് ഈ ബ്ലോഗിൻ്റെ ടൈറ്റിലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ആദ്യം ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക, യൂട്യൂബ് ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ബ്ലോഗറിൻ്റെ URL നമ്മൾ ചോദിക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു URL കൊടുത്തു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആകണമെന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളതും അവൈലബിൾ ആയിട്ടുള്ള ഒരു URL നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ബ്രഹ്മ വ്ളോഗർ എന്ന് പറയുന്ന ഒരു യൂസർ നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ ബ്ലോഗിൻ്റെ ഐഡിയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ URL അങ്ങനെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് വരും. ഇനി നമ്മളിത് ഇപ്പം ഇത്രയും കൊടുത്ത് നമ്മൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ആയി. ബൈ ഡിഫാൾട്ടായിട്ടുള്ള അതിൻ്റെ ടെംപ്ലേറ്റ്സ് ഒക്കെ ആയിരിക്കും അവിടെ ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ടാവുക. നമ്മളിതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിൻ്റെ URL നമുക്ക് അടിച്ച് ഓപ്പൺ ആക്കാൻ പറ്റും. ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഷെയർ ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീഡിയോസിനെ ബ്ലോഗറിലേക്ക് ഷെയർ ചെയ്ത് പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്ത് അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ട്രസ്റ്റ് വാല്യൂ നമ്മളുടെ റാങ്കിങ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഈ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട ഏത് വീഡിയോ ആണോ നമുക്ക് ബ്ലോഗിലേക്ക് ഷെയർ ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അവിടെ നമുക്ക് തന്നെ വീഡിയോ ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ വീഡിയോയുടെ താഴെയായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അപ്പോൾ ആ ഷെയർ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലോഗർ എന്നുള്ള ഓപ്ഷൻ കാണിക്കും, ബ്ലോഗറിൻ്റെ ലോഗോ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ വീഡിയോനെ എംബഡ് ചെയ്ത് കാണിക്കുക. അത് നമ്മൾ സേവ് കൊടുക്കുക, എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ ബ്ലോഗ് പോസ്റ്റിനകത്ത് ടൈറ്റിൽ കൊടുക്കേണ്ട സ്ഥലം ഉണ്ടാവും. നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ബ്ലോഗിൻ്റെ ടൈറ്റിൽ കൊടുക്കേണ്ട സ്ഥലം ഉണ്ടാവും. ആ ടൈറ്റിൽ നമ്മളുടെ ബ്ലോഗ് പോസ്റ്റിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ എന്താണോ നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോ എന്തിനെ പറ്റിയുള്ളതാണോ അതിനനുസൃതമായിട്ടുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മളവിടെ കൊടുക്കുക. ടൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ നമുക്ക് ബ്ലോഗിന് കൊടുക്കേണ്ട ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, അത് 1-2 പാരഗ്രാഫ് ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്നതാണ്. പോയിൻ്റായിട്ടൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഉദാഹരണത്തിന് നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേക ക്വാളിറ്റിയുള്ള സിമ്പിളായിട്ടുള്ള കണ്ടൻറ്റായിട്ട് നമ്മൾ തയ്യാറാക്കി ടൈപ്പ് ചെയ്ത് അവിടെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കണ്ടൻറ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോനെ ബ്ലോഗറിലേക്ക് ഷെയർ ചെയ്തതായതിനാൽ നമ്മുടെ വീഡിയോ തന്നെ അതിനകത്ത് എംബഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് എംബഡ് കോഡ് ഉപയോഗിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോയുടെ താഴെ ഷെയർ ബട്ടൻ്റെ അടുത്തുള്ള എംബഡ് കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ബ്ലോഗിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വീഡിയോ എംബഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ട വിധത്തിലുള്ള സഹായം ചെയ്തുതരാം. അല്ലെങ്കിൽ ഇനി എംബഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു കുഞ്ഞ് വീഡിയോ തയ്യാറാക്കണമെങ്കിൽ അതും തയ്യാറാക്കാൻ റെഡിയാണ്, കുഴപ്പമില്ല.
എന്നിരുന്നാലും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി സാധാരണ നമ്മുടെ യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. ശരിക്കും നമ്മളുടെ അറിവ് പകർന്നു കൊടുക്കുന്നത് വഴി, നമ്മൾ പകർന്നു കൊടുക്കുന്ന അറിവ് വഴി അവർക്ക് അവരുടെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യാനും വീഡിയോസിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുത്താനും അതുവഴി ഒത്തിരി വ്യൂസും ചാനലിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടാനും മോണിറ്റൈസ് ആകാനോ അല്ലെങ്കിൽ ആ ചാനലിനെ തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ഏതെങ്കിലും കമ്പനികളിൽ നിന്ന് അഫിലിയേറ്റ് ഇൻകം ഏണിങ്സ് ഉണ്ടാക്കാനോ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റുകളെല്ലാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോ ഹിറ്റാവുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോ ചാനലിൽ ഒരുപാട് വ്യൂസ് കിട്ടുന്നതനുസരിച്ച് നമുക്കും നമ്മൾ അഫിലിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്ത് ആ പ്രോഡക്ട്സിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് അഫിലിയേറ്റ് ഇൻകം ഏണിങ്സ് കാശ് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ആ രീതിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാം. ആഡ്സെൻസ്, ഗൂഗിളിൻ്റെ ആഡ്സെൻസ് വഴിയുള്ള ഏണിങ്സ് അഥവാ യൂട്യൂബ് മോണിറ്റൈസേഷൻ വഴിയുള്ള ഏണിങ്സ് നമുക്ക് അല്പം വൈകിയാലും നമുക്ക് അത്യാവശ്യത്തിന് വീഡിയോയ്ക്ക് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്, ക്വാളിറ്റിയുള്ള ഓഡിയൻസ് നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അഫിലിയേറ്റ് ഇൻകം സെപ്പറേറ്റ് തന്നെ നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി അല്ലെങ്കിൽ എങ്ങനെ ആമസോൺ വഴി ഒരു അഫിലിയേറ്റായി ജോയിൻ ചെയ്യാമെന്നൊക്കെയുള്ള വീഡിയോ വരുന്ന ദിവസങ്ങളിൽ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഡിമാൻഡ് അനുസരിച്ചാണ് ഞാൻ തയ്യാറാക്കുക. ഇപ്പം നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷന് തൊട്ട് താഴെ തന്നെ വീഡിയോ എംബഡ് ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിൽ ലേബൽ, കാറ്റഗറി പോലെയുള്ള ലേബലൊക്കെ ആഡ് ചെയ്യാം. നമ്മളെ വീഡിയോ എന്തിനെ പറ്റിയുള്ളതാണോ ആ വീഡിയോയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് തയ്യാറാക്കേണ്ടത്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ അതിന് കൊടുക്കുന്ന ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഹെഡിങ് ഒക്കെ നമുക്ക് അതിനകത്ത് തന്നെ ഹെഡിങ് ആയിട്ടും സെലക്ട് ചെയ്തിട്ട് പാരഗ്രാഫ് മാറ്റി, ഇപ്പം ഞാനിതിനെ പാരഗ്രാഫ് മാറ്റി ഹെഡിങ് ആക്കി മാറ്റിയിരിക്കുന്നതാണ്. അങ്ങനെ മാറ്റിയെടുക്കുന്നത് ഒരു പരിധിവരെ വളരെ നല്ലതാണ്. അപ്പോൾ ആ ഹെഡിങ് പേജിലേക്ക് വരുന്ന ആൾക്കാർ ഹെഡിങ് വായിച്ചിട്ട് ആ പേജിൻ്റെ ടോപ്പിക് എന്തിനെ പറ്റിയുള്ളതാണെന്ന് ആദ്യമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ ഈ പോസ്റ്റിൽ എത്തുന്ന ആൾക്കാർക്ക് ഈ പോസ്റ്റിനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ആ വീഡിയോ അവിടെ നിന്ന് തന്നെ കാണാനും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പോപ്പുലാരിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ബ്ലോഗ് പോസ്റ്റിന് നമുക്ക് കിട്ടുന്ന ഈച്ച് ആൻഡ് എവറി അച്ചീവ്മെൻറ്റ്സ് നമ്മളെ ബ്ലോഗിലേക്കും നമ്മളെ വീഡിയോയിലേക്കും ഗുണകരമായിട്ട് ഉപയോഗിക്കപ്പെടുമെന്നുള്ളതാണ് ഇതിനകത്തുള്ള വസ്തുത. വീഡിയോ എംബഡ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ബ്ലോഗിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കാണാൻ പറ്റും എന്നുള്ളത് വേറെ സംഗതിയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ലേബൽസ് ആയിട്ട് നമ്മളുടെ ഈ ബ്ലോഗ് പോസ്റ്റിന് ആപ്റ്റായിട്ടുള്ള ലേബിൾസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെഡിയായി കഴിഞ്ഞു. നമ്മളെ ബ്ലോഗിനകത്ത് ഒരു പോസ്റ്റ് നമ്മളൊരു വീഡിയോനെ നമ്മളെ ബ്ലോഗിനകത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു, തയ്യാറാക്കി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോനെ ഷെയർ ചെയ്തിട്ട് പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ് നമ്മളുടെ ബ്ലോഗിനെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുക. അതിന് നമ്മൾ ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് കൺസോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ സെർച്ച് കൺസോളിൻ്റെ പേജിലേക്ക് എത്താൻ പറ്റും. ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഡൊമൈൻ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ URL പ്രിഫിക്സോട് കൂടി ചേർത്ത്, അതായത് നമ്മളുടെ പ്രോട്ടോക്കോളോട് കൂടി HTTPS ആണെങ്കിൽ അതോടുകൂടി ചേർത്ത് എഴുതാനുള്ള സംഭവം. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്യുക. URL പ്രിഫിക്സ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഒരേ Gmail ID ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബ്ലോഗറും ഈ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ വെരിഫിക്കേഷൻ എന്ന പ്രോസസ്സ് ഓട്ടോ വെരിഫൈഡ് ആയിട്ട് അവിടെ കാണിക്കും. അതായത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ മാത്രം മതി, ഓട്ടോ വെരിഫൈഡ് ആയിരിക്കും. എന്നാൽ രണ്ട് Gmail IDയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു Gmail IDയിലും സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നത് വേറെ Gmail IDയിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് വേണ്ടി വരും. അതിനകത്ത് വേറെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് ഇല്ല, 5 മെത്തേഡുകളിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതിപ്പോൾ തൽക്കാലം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സെർച്ച് കൺസോളിൽ നമ്മൾ ആഡ് ചെയ്ത് ഓട്ടോ വെരിഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമ്മളുടെ സെർച്ച് കൺസോളിൻ്റെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിനകത്ത് എത്താൻ പറ്റും. അവിടെ URL ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗിൻ്റെ അഡ്രസ്സിനെ കോപ്പി ചെയ്ത് നമുക്ക് URL ഇൻസ്പെക്ഷൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് പേസ്റ്റ് കൊടുക്കാം. നമുക്കവിടെ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ URL ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് കാണിക്കും, ടെസ്റ്റിംഗ് URL എന്ന് കാണിക്കും. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്ത URL. അപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം URL നോട്ട് അവൈലബിൾ എന്നേ കാണിക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ലൈവ് ടെസ്റ്റ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ മുകളിൽ ലൈവ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ URL ഈസ് അവൈലബിൾ ഓൺ ഗൂഗിൾ എന്ന് കാണിക്കും.
അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തന്നെ വലത് സൈഡിൽ റിക്വസ്റ്റ് ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗിൻ്റെ പോസ്റ്റിനെയും ബ്ലോഗിനെയൊക്കെ നമുക്ക് സെർച്ച് കൺസോളിൽ ഗൂഗിളിനെ ക്രോൾ ചെയ്യാൻ പാകത്തിന് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സെർച്ച് കൺസോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സാണ്. ഗൂഗിൾ തന്നെ തരുന്ന ഫ്രീ റിസോഴ്സുകളിലൊന്നാണ്. ഇതിന് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമുക്ക് അല്പം ഒന്ന് ഇത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ 1-2 ബ്ലോഗ് പോസ്റ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് ഇതേപോലെ ക്യാച്ച് ചെയ്യാനൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം കൂടിയാണ്. നമ്മൾ പഠിക്കുന്ന SEO എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗം കൂടിയാണ് ഈ ബ്ലോഗ് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇത് ഫ്രീ ആയിട്ടുള്ള റിസോഴ്സാണ്, ഉപയോഗപ്പെടുത്താം. സുഹൃത്തുക്കളെ, ബ്ലോഗ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ബ്ലോഗ് വഴി നമ്മളെ യൂട്യൂബ് വീഡിയോസിനെ എങ്ങനെ നമുക്ക് പ്രചരിപ്പിക്കാമെന്നും ബ്ലോഗിനെ എങ്ങനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടെന്നും അത് ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.